ഡ്രാമയുടെ തുടക്കത്തിൽ നമ്മൾ നായകനെയാണ് കാണുന്നത്. മിൻയാങ് എന്നാണ് നായകൻ്റെ പേര്. മിൻയാങ് സിറ്റിയിലെ ഒരു ഫേമസ് ലോയറാണ്, കൂടാതെ ഒരു കമ്പനിയുടെ CEO കൂടിയാണ്. അങ്ങനെ നമ്മുടെ നായകൻ അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ആകെ ക്ഷീണിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് അയാൾക്കൊരു ഫോൺ വന്നത്. സർ, നിങ്ങളുടെ സഹോദരി ഒരു ആക്സിഡൻറ്റിൽ പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വാർത്ത കേട്ടാൽ പിന്നെ എന്തു ചെയ്യും? മിൻയാങ് ഉടനെ തന്നെ ഹോസ്പിറ്റലിലെത്തി. പക്ഷെ വൈകിപ്പോയി. അവൻ്റെ സഹോദരി മിസ്സിസ് ഷിയാൻ അപ്പോഴേക്കും മരിച്ചു പോയിരുന്നു. മിസ്സിസ് ഷിയാൻ ഷീ ഗ്രൂപ്പ് കമ്പനിയുടെ പ്രസിഡൻ്റായിരുന്നു. അവൾ വിവാഹിതയും ഒരു ആൺകുട്ടിയുടെ അമ്മയുമായിരുന്നു. കുട്ടിയുടെ പേര് സിസി എന്നായിരുന്നു. സിസി ഇപ്പോൾ വല്ലാണ്ട് കരയുകയാണ്. അവൻ അമ്മയെ വിചാരിച്ചാണ് കരയുന്നത്. അവൻ്റെ അമ്മയ്ക്ക് ആക്സിഡൻറ്റ് പറ്റി എന്നല്ലാതെ അമ്മ മരിച്ച വിവരം അവൻ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. മിൻയാങ് സിസിയെ തൻ്റെ കൂടെ കൂട്ടാനാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ കാര്യങ്ങളെല്ലാം ശരിക്കും ശ്രദ്ധിക്കാലോ. ആ സമയത്താണ് ഹോസ്പിറ്റലിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി ഓടി വന്നത്. അവളുടെ പേര് യാങ്ഷി എന്നായിരുന്നു. അവൾ വല്ലാതെ പരിഭ്രാന്തയായിരുന്നു. ഇപ്പോൾ മരിച്ച മിസ്സിസ് ഷിയാൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരിയാണ് ഈ പെണ്ണ്. തൻ്റെ സഹോദരൻ്റെ ഭാര്യയ്ക്ക്, അതായത് തൻ്റെ ചേട്ടത്തിയമ്മയ്ക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന് അറിഞ്ഞാണ് അവളും ഈ ഹോസ്പിറ്റലിലേക്ക് ഓടി വന്നിരിക്കുന്നത്. യാങ്ഷിക്ക് ചേട്ടനോടും ചേട്ടത്തിയോടും വലിയ ഇഷ്ടമായിരുന്നു. പെട്ടെന്നാണ് അവൾ അവിടെ സിസി ഇരുന്ന് കരയുന്നത് കണ്ടത്. സിസി അവളെ കണ്ടപ്പോൾ ഒന്നുകൂടി പൊട്ടിക്കരഞ്ഞു. യാങ്ഷി പറഞ്ഞു, കരയില്ല മോനെ, ഞാൻ വന്നില്ലേ. അമ്മയ്ക്ക് ചെറിയ മുറിവ് പറ്റിയതല്ലേ ഉള്ളൂ, അത് വേഗം തന്നെ സുഖാവും. ഇത് കേട്ട മിനിയാങ് സിസിയോട് പറഞ്ഞു, ഇല്ല, നിന്റെ അമ്മ മരിച്ചു കഴിഞ്ഞു. യാങ്ഷി മിനിയാങ്ങിൻ്റെ കൈ പിടിച്ചു വലിച്ച് ഒരു സൈഡിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? കുട്ടിയുടെ മുന്നിൽ വെച്ച് പച്ചയ്ക്ക് ഇങ്ങനെയൊക്കെ പറയല്ലേ. ഇപ്പോൾ അതൊന്നും പറയേണ്ട സമയമല്ല. അവൻ ചെറിയ കുട്ടിയല്ലേ. നിങ്ങൾ ഇനി ഇങ്ങനത്തെ കാര്യം പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കേട്ട മിനിയാങ് പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇത് പറയേണ്ട സമയം ഇപ്പം തന്നെയാണ്. എന്താണോ സംഭവിച്ചത് അത് ആ സമയത്ത് തന്നെ പറയണം. സമയവും സന്ദർഭവും ഒന്നും നോക്കേണ്ട കാര്യമില്ല. യാങ്ഷി പക്ഷേ അത് എഗ്രി ചെയ്യുന്നില്ല. അങ്ങനെ രണ്ടാളും തമ്മിൽ ഇതിൻ്റെ പേരിൽ വഴക്ക് തുടങ്ങി. മിനിയാങ് ദേഷ്യപ്പെട്ടു പറഞ്ഞു, എൻ്റെ പെങ്ങളുടെ മകൻ്റെ കാര്യം ഞാനാണ് നോക്കേണ്ടത്. അവൻ ഇനി മുതൽ എൻ്റെ കസ്റ്റഡിയിലാണ്. അതിനുള്ള അവകാശപത്രം അവൻ്റെ അമ്മ, അതായത് എൻ്റെ പെങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇനി അവൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ഒരാവശ്യവുമില്ല. ഇത് കേട്ട് യാങ്ഷി, അതെങ്ങനെ ശരിയാകും? നിന്റെ സഹോദരി ആക്സിഡൻറ്റിൽ മരിച്ചു. കുട്ടിയെ നിന്നെ നോക്കാൻ ഏൽപ്പിച്ചതിൻ്റെ തെളിവ് വല്ലതും നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്നെ കാണിക്കേ. അപ്പോൾ മിനിയാങ് പറഞ്ഞു, നിന്നോട് വർത്തമാനം പറഞ്ഞ് സമയം കളയാൻ ഞാൻ റെഡിയല്ല. നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നീ എൻ്റെ അസിസ്റ്റൻറ്റിനോട് ചോദിച്ചോ എന്നും പറഞ്ഞ് അവൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. യാങ്ഷിയും അങ്ങനെ തോറ്റു പിന്മാറാൻ റെഡിയല്ലായിരുന്നു. അവൾ സിസിയെ തൻ്റെ കസ്റ്റഡിയിൽ വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. കുട്ടിക്കും യാങ്ഷിയുടെ കൂടെ താമസിക്കാനാണ് താല്പര്യം. യാങ്ഷി പറഞ്ഞു, നിങ്ങളുടെ പെങ്ങൾ ഇവനെ നോക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന ആ പേപ്പർ ഉണ്ടല്ലോ, അതെന്നെ കാണിക്കാത്ത പക്ഷം ഇവനെ ഞാൻ നിനക്ക് വിട്ടുതരില്ല. ഇത് കേട്ട മിനിയാങ്ങിന് ദേഷ്യം വരികയും അവൻ കുഞ്ഞിനെ പിടിച്ചു വലിച്ച് തൻ്റെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. യാങ്ഷിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രമല്ല മിനിയാങ് ഒരു വക്കീലല്ലേ, അവനോട് അങ്ങനെ കളിക്കാൻ കഴിയില്ല എന്നവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. മിനിയാങ് തൻ്റെ അസിസ്റ്റൻറ്റിനോട് യാങ്ഷിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അന്വേഷിച്ച് തന്നെ അറിയിക്കാൻ വേണ്ടി പറയുന്നു. മാത്രമല്ല മിനിയാങ് വളരെ കൺഫ്യൂഷനിലായിരുന്നു. അതായത് തൻ്റെ സഹോദരി, അവളുടെ മകൻ്റെ ഉത്തരവാദിത്വം സഹോദരനായ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു സമ്മതപത്രം എന്തിന് റെഡിയാക്കി എന്നതായിരുന്നു അവൻ്റെ ചിന്ത. ഇതിൻ്റെ സത്യാവസ്ഥ എപ്പോൾ പുറത്തു വരുമെന്ന് നമുക്ക് നോക്കാം. മിനിയാങ് സിസിയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷെ വീട്ടിലെ അവസ്ഥ വളരെ അപകടം പിടിച്ച രീതിയിലായിരുന്നു. കാരണം കുട്ടിയെ നിയന്ത്രിക്കാൻ അസിസ്റ്റൻറ്റിനെ കൊണ്ടൊന്നും പറ്റുന്നില്ല. അവന് തൻ്റെ ആൻറ്റി യാങ്ഷിയുടെ കൂടെ പോകണമെന്നാണ് അവൻ വാശി പിടിക്കുന്നത്. ഈ സമയത്ത് ആ വീട്ടിലേക്ക് യാങ്ഷി കടന്നു വരികയാണ്. യാങ്ഷിയെ കണ്ടതും കുട്ടി ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. പക്ഷേ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന നമ്മുടെ നായകൻ അവളോട് ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ എത്തി? അതിന് മറുപടിയായി അവൾ ചോദിച്ചത് ഇതാണ്, സിസിയെ നിന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ നിന്റെ കയ്യിലുള്ള തെളിവ് നീ ആദ്യം എന്നെ കാണിക്ക്, എന്നിട്ട് മതി ബാക്കി വർത്താനം. ഇത് കേട്ട അസിസ്റ്റൻ്റ് പറഞ്ഞു, മാഡം, നമ്മൾ ആ അവകാശപത്രത്തിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി കൺഫേം ആയതിനു ശേഷം ഞങ്ങളത് പബ്ലിഷ് ആക്കും. യാങ്ഷി പറഞ്ഞു, ഓക്കെ, പക്ഷേ ഞാൻ സിസിയെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ സമ്മതിക്കില്ല. കാരണം നിങ്ങളെ എനിക്ക് അത്ര വിശ്വാസമില്ല. ഇത് കേട്ട മിനിയാങ് പറഞ്ഞു, നിനക്കതൊന്നും തീരുമാനിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല. ഈ കുട്ടി എൻ്റെ കൂടെ തന്നെ ഇവിടെ നിൽക്കും. നീ എന്തിനിവൻ്റെ പിറകെ വരുന്നത്? നിനക്ക് എന്ത് ലാഭം കിട്ടാനുണ്ട്? ഇത് കേട്ട് യാങ്ഷിക്കും ദേഷ്യം വന്നു.
രണ്ടാളെയും സമാധാനിപ്പിക്കാനായി അസിസ്റ്റന്റ് പറഞ്ഞു, മാഡം ദേഷ്യപ്പെടല്ലേ, ഇപ്പം രാത്രി 2 മണിയായി. നിങ്ങൾ CCയെയും കൊണ്ട് റൂമിലേക്ക് പോകൂ. ഇനി നമുക്കിതിനെക്കുറിച്ച് രാവിലെ സംസാരിക്കാം. പിന്നീട് അസിസ്റ്റന്റ് യാങ്ഷിയോട് പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങൾ ഏതായാലും ഇവിടെ തന്നെ താമസിച്ചോളൂ എന്ന്. ഇത് കേട്ട് യാങ്ഷി കുട്ടിയെയും കൊണ്ട് റൂമിലേക്ക് പോയി. ഇത് കണ്ട് മിനിയാങ് ആകെ ഷോക്കാകുന്നു. അവൻ ആലോചിച്ചു, ഇതെങ്ങനെ നടക്കും? ഇത് എൻ്റെ വീടല്ലേ, അല്ലാതെ എൻ്റെ അസിസ്റ്റന്റിൻ്റെ വീടല്ലല്ലോ. ഇവിടെ CC ആണെങ്കിൽ ആൻറ്റിയോട് പറയുകയാണ്, ആൻറ്റി എനിക്ക് ആ കാലമാടനെ കാണുന്നതേ ഇഷ്ടമല്ല. അയാളെ കാണുമ്പോഴേ എനിക്ക് പേടിയാകുന്നു. ആൻറ്റി നിങ്ങൾ നല്ലവളാണ്, നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി. യാങ്ഷി പറഞ്ഞു, മോൻ പേടിക്കണ്ട കേട്ടോ, നിന്നെ ഞാൻ രക്ഷിച്ചോളാം. ഇപ്പം മോൻ ഉറങ്ങൂ കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കിടന്നുറങ്ങി. പക്ഷേ ഇപ്പോഴും നമ്മുടെ നായകൻ ഉറങ്ങിയിട്ടില്ല. അവനങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. നായകൻ്റെ സഹോദരി പണ്ട് ഫോൺ വിളിച്ച് അവനോട് പറയുകയാണ്, ചേട്ടാ നിങ്ങൾ എൻ്റെ കല്യാണത്തിനോ വന്നില്ല, ഇപ്പം എനിക്ക് കുട്ടിയുമായി, എന്നിട്ടും ചേട്ടൻ എന്നെ കാണാൻ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ മരിച്ചാൽ പോലും ചേട്ടൻ എന്നെ കാണാൻ വരില്ല എന്നാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് മിനിയാങ് തൻ്റെ സഹോദരിയെ കാണാൻ പോകാത്തതിന് എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്നാണ്. അവളുടെ ഹസ്ബൻഡുമായിട്ട് നല്ല സുഖത്തിലല്ലാത്തതാണോ കാര്യം, എന്താണ് സത്യം നമുക്കറിയില്ല. എന്തായാലും അത് നമുക്ക് പിന്നീട് അറിയാം. ഇപ്പോൾ നമ്മുടെ യാങ്ഷിയും തൻ്റെ പഴയകാല ഓർമ്മകളിലേക്ക് പോയിരിക്കുകയാണ്. അവളുടെ ഏട്ടനും ഏടത്തിയമ്മയ്ക്കും അവളെ നല്ലപോലെ ഇഷ്ടമായിരുന്നു. അവർ അവളെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ സ്വത്തൊക്കെ യാങ്ഷിയുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് യാങ്ഷി അറിഞ്ഞിരുന്നില്ല. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് പിന്നീട് അറിയാം. അടുത്ത ദിവസം അസിസ്റ്റന്റ് വന്നിട്ട് മിനിയാങ്ങിനോട് പറഞ്ഞു, ബോസ്, യാങ്ഷി കൂടുതൽ കാലവും ജീവിച്ചത് അബ്രോഡാണ്. അതുകൊണ്ട് തന്നെ അവളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ബോസ്, ഇനി നിങ്ങൾ ആ പെണ്ണിനെ ഇവിടെ താമസിപ്പിക്കുമോ അതോ ഇറക്കി വിടുമോ? മിനിയാങ് പറഞ്ഞു, ഞാൻ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടും. ഇത് കേട്ട് അസിസ്റ്റന്റിന് അതത്ര ശരിയായി തോന്നിയില്ല. അയാൾ പറഞ്ഞു, ബോസ്, CC ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയാണ്. അവനാണെങ്കിൽ യാങ്ഷിയുമായി നല്ല അറ്റാച്ച്മെൻറ്റുമാണ്. അവനെ യാങ്ഷിയിൽ നിന്നും അകറ്റി നിർത്തുന്നത് അത്ര നല്ലതല്ല. പക്ഷേ മിനിയാങ് അവളെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാകുന്നത് വരെ അസിസ്റ്റന്റിൻ്റെ വാക്കുകളൊന്നും ചെവിക്കൊള്ളാൻ റെഡി ആയിരുന്നില്ല. കാരണം അവന് ആരെയും വിശ്വാസമുണ്ടായിരുന്നില്ല. ഇതേ സമയം യാങ്ഷിയും CCയും തമ്മിൽ കളിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ ആലോചിച്ചു, വാസ്തവത്തിൽ മിനിയാങ്ങിൻ്റെ കയ്യിൽ കുട്ടിയെപ്പറ്റിയുള്ള അവകാശപത്രം ഉണ്ടെങ്കിൽ അത് ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവില്ലേ? അത് അവൻ ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകുമല്ലോ. ഇനിയിപ്പോൾ അത് എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ അവൾ അത് കണ്ടുപിടിക്കാനുള്ള ശ്രമം തുടങ്ങി. ഇതേ സമയം മിനിയാങ് മൊബൈലിൽ തൻ്റെ വീടിൻ്റെ CCTV പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് യാങ്ഷി കുട്ടിയുടെ കൂടെ ഇല്ല എന്നത്. ഇത് കണ്ട് അവൻ ആകെ അസ്വസ്ഥനാകുന്നു. ഇവിടെ യാങ്ഷിക്ക് മനസ്സിലായി ആ അവകാശപത്രം മിനിയാങ് അവൻ്റെ റൂമിൽ വെച്ച് പൂട്ടാനാണ് സാധ്യത എന്ന്. പക്ഷെ ആ റൂം ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ റൂം തുറക്കണമെങ്കിൽ പാസ്വേഡ് ആവശ്യമുണ്ട്. അവളാണെങ്കിൽ ഈ കാര്യത്തിലൊക്കെ അത്യാവശ്യം മിടുക്കിയായതുകൊണ്ട് തന്നെ അവൾ എന്തൊക്കെയോ ഉപയോഗിച്ച് പാസ്വേഡ് ക്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അങ്ങനെ അവൾ 4 ഡിജിറ്റ് കണ്ടുപിടിച്ചു. പക്ഷേ ശരിക്കുള്ള കോമ്പിനേഷൻ റെഡി ആവാൻ കുറച്ച് സമയം കൂടി വേണമായിരുന്നു. ആ സമയത്താണ് ആരോ കോളിംഗ് ബെൽ അടിച്ചത്. അത് മിനിയാങ്ങിന് ഒരു പാഴ്സൽ കൊണ്ടുവന്നതായിരുന്നു. പെട്ടെന്നാണ് അവൾ ചിന്തിച്ചത്, മിനിയാങ് അവകാശപത്രം ഇവിടെ സൂക്ഷിക്കാൻ മാത്രം അത്ര വിഡ്ഢിയൊന്നുമല്ല. ഏതായാലും ഈ പാഴ്സലും എടുത്തിട്ട് അവൻ്റെ ഓഫീസിലേക്ക് പോകാം. അങ്ങനെ അവൾ അവൻ്റെ ഓഫീസിലെത്തി. പക്ഷെ ആ സമയത്ത് അവൻ അവിടെ റൂമിലുണ്ടായിരുന്നില്ല. ആ അവസരം മുതലെടുത്ത് അവൾ അവിടെ പരതാൻ തുടങ്ങി. പെട്ടെന്നാണ് മിനിയാങ് അവിടേക്ക് വന്നത്. അവനെ കണ്ടപ്പോൾ അവൾ പറഞ്ഞു, നിനക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു, അത് തരാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അവൻ അവളോട് താങ്ക്സ് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ നമ്മുടെ യാങ്ഷി അങ്ങനെ പെട്ടെന്ന് പോവാൻ റെഡി അല്ലായിരുന്നു. പിന്നീട് മിനിയാങ് ഓഫീസിലെ കുറച്ച് ഡോക്യുമെന്റ്സ് ലോക്കറിൽ വെക്കാൻ വേണ്ടി പോവുകയായിരുന്നു. ഇത് കണ്ട യാങ്ഷി അവൻ്റെ അടുത്തേക്ക് വന്നു. അടുത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് അടുത്ത് അവൾ വന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അവൻ ചോദിച്ചു, നീ എന്തിന് എൻ്റെ ഇത്രയും അടുത്ത് വന്നത്? അവൾ പറഞ്ഞു, അത് ഞാൻ നിൻ്റെ തലയിൽ ഒരു പ്രാണി ഇരിക്കുന്നത് കണ്ടു, അതിനെടുത്ത് കളയാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര അടുത്തേക്ക് വന്നത്. ഇത് കേട്ട് മിനിയാങ് അവളുടെ കൈക്ക് പിടിച്ചു. കൃത്യസമയത്ത് തന്നെ നമ്മുടെ അസിസ്റ്റൻ്റ് അവിടേക്ക് വന്നു. അവൻ മനസ്സിൽ പറഞ്ഞു, ആഹാ എന്ത് മനോഹരമായ കാഴ്ച. ഹലോ ഫ്രണ്ട്സ്, ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എത്രയും വേഗം തന്നെ ഞാൻ ബാക്കി കൂടി ഇടാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.